വെറുതെ ഏജന്റന്മാർ തരുന്ന സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും വിശ്വസിച്ച് പോകേണ്ട ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. അതിന് വാക്കത്രയേ ഉള്ളൂ. പച്ചയ്ക്ക് ഞാൻ പറയുക, കള്ളന്മാരാ. ഒരു കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയിട്ട് 3 വീട്ടിലെ ജോലി ചെയ്യുക. നിങ്ങൾ കേൾക്കണം, ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ല. അവിടെ കാണുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അവരോട് ചോദിച്ചാൽ ഒരു വിശദമായിട്ട് പറയും. ഇന്ത്യൻ എംബസി കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ, കാരണം എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഒരു പെങ്കൊച്ചാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവസാനം നോക്കിയത് അവിടുത്തെ ഒരു അറബി ഒരു സുഖമില്ലാത്ത ഒരാളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് വീട്ടു ജോലിക്ക്. ശരി ശരി ശരി, നന്നായിരിക്കും. നമുക്ക് ആലോചിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം, നോക്കട്ടെ കേട്ടോ. ഞാൻ കുവൈറ്റിൽ ഹൗസ് മെയ്ഡായിട്ട് പോയിട്ട് 8 മാസം അവിടെ നിന്നായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു, ഭയങ്കര പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞിനെ നോക്കാനെന്നും പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി. 3 വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യണമായിരുന്നു. ലിജി അവിടെ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോർക്കയിലൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അതിന് സ്പീഡ് ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മൾ സുരേഷിനെ ബന്ധപ്പെട്ടത്. സുരേഷ് അവൻ നമ്മളെ രാജേഷിൻ്റെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ നല്ലൊരു സംഘടനയാണ്. ഞാൻ അവരെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ആത്മാർത്ഥത കാണിച്ചു. ഏതായാലും ഇവിടെ എത്തിച്ചല്ലോ. ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് അൾസറിൻ്റെ അസുഖമൊക്കെ ആയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞുമുണ്ട്. അപ്പോൾ അവിടെ ഇതാണ് എല്ലാവരും പറയാനുള്ളത്, ശ്രദ്ധിച്ച് പോവുക. അയ്യോ, ഞാൻ കണ്ടതാണ്. കാരണം എംബസിയിൽ ഞാൻ മലയാളി പിള്ളേരെന്നെ ഒരുപാട് MBA പഠിച്ച ഒരുപാട് വിദ്യാഭ്യാസമുള്ള പിള്ളേർ വന്ന് ഏജന്റുമാർ കൊണ്ടുപോയി ഒരുപാട് അവരെ കഷ്ടപ്പെടുത്തുക. പറയുന്ന ജോലിയല്ല അവർക്ക് അവിടെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരുപാട് പേര്, നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കേസ് പത്തനാപുരത്ത് തന്നെ പോയിട്ടുണ്ട്. മാങ്കോടുന്നൊക്കെ ഈ മലയാളികൾ ഈ ഏജന്റ് വഴി പോകരുതെന്നല്ല അത്. കാരണം ഒത്തിരി എംബസിയിൽ അത്രയ്ക്ക് ശരിക്കും ആളുകൾ വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ സാർ ഇടപെട്ടുകൊണ്ടും അവർ ഇടപെട്ടുകൊണ്ടും എല്ലാം ഞാൻ പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്താൻ പറ്റിയത്. ഇവരവിടെ ചെന്ന് വിട്ടിട്ട് ഒരു വീട്ടിലെ ജോലിക്കാണ് കൊണ്ടുപോയത്. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി വിടുന്നത്. ഏജൻറ്റ് കൊണ്ടുപോയതാണ്. പക്ഷേ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോകേണ്ട അവരെ വിളിക്കാൻ പറ്റി. എംബസിയിൽ നിന്ന് വിളി വന്നു. പക്ഷേ അവിടെ നിന്ന് എംബസിക്കും കയറ്റി വിടാൻ കഴിഞ്ഞു. അവരൊരു ഷെൽട്ടറിലേക്ക് മാറ്റിയവരെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് ഈ സുരേഷും അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് കയറ്റി വിട്ടതാണ് കേട്ടോ. കാരണം അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് പാസ്പോർട്ടൊക്കെ മറ്റവർ പിടിച്ചു വെച്ചു. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ സഹോദരി പറഞ്ഞ എല്ലാവരും കേൾക്കുക. വെറുതെ ഏജന്റന്മാർ തരുന്ന സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും വിശ്വസിച്ച് പോകേണ്ട ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. അതിന് വാക്കത്രയേ ഉള്ളൂ. പച്ചയ്ക്ക് ഞാൻ പറയുക, കള്ളന്മാരാ. ലണ്ടനിൽ കൊണ്ടുപോകാമെന്ന് പറയാൻ ആൾക്കാർ ലണ്ടനിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാം, ഓസ്ട്രേലിയയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന മാന്യന്മാരുണ്ട്. ഇവരെയൊന്നും വിശ്വസിച്ച് പോവരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഞങ്ങൾ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് മനോവിഷമാണ്. അതിന് അടിമയെ പോലെ ഈ സഹോദരിയെ കൊണ്ടുപോയി ഒരു കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോയിട്ട് 3 വീട്ടിലെ ജോലി ചെയ്യുക. നിങ്ങൾ കേൾക്കണം, ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ല. പത്തനാപുരം മാങ്കോടെന്ന് കൊണ്ടുപോയിട്ടുണ്ട്, പത്തനാപുരം പെടവൂരിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെല്ലാവരെയും മോചിപ്പിച്ചുകൊണ്ടിരാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുക, എല്ലാ തരത്തിലും നോർക്ക ഇടപെടുക. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ മലയാളി സംഘടനകൾ അവരുടെ സഹായം ചെയ്യുക. ഇപ്പോൾ സുരേഷ് രാമൻ ചെയ്തതുപോലെ മറ്റ് പല സംഘടനകളും സഹായിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വീട്ടുകാർ ഇവിടെ കിടന്ന് ആദ്യം എരിയാൻ. പാസ്പോർട്ടിൻ്റെ നമ്പറിൻ്റെ ഒരു കോപ്പി എങ്കിലും ഇല്ലാത്ത പലരുമുണ്ട്. ഈ പാസ്പോർട്ടും കൊണ്ടൊക്കെ പോയല്ലോ, ഇതിന് ഫോട്ടോ കോപ്പി എടുക്കുമെന്ന് അറിയാത്ത ആളുകളുണ്ട്. അവരൊരു എത്തും പിടിയില്ല, എവിടെയാണെന്നറിയില്ല. ഒരു ഫോൺ നമ്പർ കാണും, ആ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഞാൻ ചോട്ടെ, മലയാള സിനിമയിൽ ഈ ഗദാമയും ആടുജീവിതമൊക്കെ കണ്ടിട്ടും പിന്നെയും മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കണ്ടിട്ടും ഈ ദുരിതം, അവിടെ എന്താണ് ദുരിതം ഭവിക്കുന്നത്? കഥയൊന്നുമല്ല, സംഭവമാണ്, നടക്കുന്ന കാര്യങ്ങളാണ്, യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ അടിക്കും, അറിയാം. ഈ അറബികൾ ഈ സ്ത്രീകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവരെ അടിക്കും. ദേഹോദരമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കും. വല്ലാത്ത ദേഹോദരമുണ്ട്. കുവൈറ്റിലല്ല, സർക്കാർ അംഗീകരിക്കാത്ത ഒരു ഏജൻറ്റിലൂടെയും പോകാൻ പാടില്ല. ഇതിപ്പം ലോക കേരള സഭ നടന്നപ്പോഴും പൊതുവായി ഉയർന്ന വിഷയം. യൂറോപ്പിലേക്കൊക്കെ ഒരുപാട് ചെറുപ്പക്കാരെ ജോലി വാങ്ങിച്ചു കൊടുക്കാം, യങ്സ്റ്റേഴ്സിനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. പഠിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ക്വാളിറ്റി ഇല്ലാത്ത ചില സ്ഥാപനങ്ങളിലാണ്, യൂണിവേഴ്സിറ്റികളാണ് പഠിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. നല്ലതുകൊണ്ട് കൂടുതലും വ്യാജ യൂണിവേഴ്സിറ്റികളാണ്. ഒരു 2 മുറിയുള്ള കെട്ടിടം എടുത്ത് വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയാകും. ഇത്തരം തട്ടിപ്പുകൾക്ക് ദയവ് ചെയ്ത് വിധേയരാകരുത്. ഇവരൊക്കെ സാധുക്കളാണ്. ഒരു ടിക്കറ്റ് എടുത്താൽ എന്താ ഏജൻറ്റ് പറയാം, ആ ടിക്കറ്റിൻ്റെ പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ ഏജൻറ്റന്മാർ പറയുന്നത് ടിക്കറ്റിൻ്റെ കാശ് ഇറങ്ങി കൊണ്ടുവരാം. ഉണ്ടെങ്കിൽ അവരത് ഇനി പോരുമില്ല, കയറി അവൻ്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്നതുകൊണ്ട് ദയവ് ചെയ്ത് എത്ര തവണ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, പൊതുപ്രവർത്തകരെല്ലാം പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേൾക്കാതെ ജീവിതത്തിൽ ഇത് പച്ച പിടിക്കും എന്ന് പറഞ്ഞ് കയറി പോകരുത്. അവിടെ കാണുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് അവരോട് ചോദിച്ചാൽ വിശദമായിട്ട് പറയും. എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ്. എംബസിയിൽ ഇഷ്ടം പോലെ മലയാളീസ് കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. കാരണം അവരെല്ലാം പറ്റിച്ച് ഏജന്റുമാർ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഒരു ഏജന്റ് ഉണ്ട്, പിന്നെ അവിടെ ചെന്നിട്ട് 2 ഏജന്റുമാരുണ്ട്. അവർ തന്നെ മറ്റുള്ളവർക്ക് കൈമാറി ആ പറയുന്ന ജോലിയൊന്നും അല്ല വാങ്ങിച്ചു കൊടുക്കുന്നത്. ശരി ശരി ശരി, സാറേ, എനിക്ക് എന്തെങ്കിലും ഒരു നന്നായിരിക്കും. നമുക്ക് ആലോചിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം, നോക്കട്ടെ കേട്ടോ.
എൻ്റെ പേര് ലിജി. ഞാൻ കുവൈറ്റിൽ പോയിട്ട് 8 മാസം ഞാൻ അവിടെ നിന്ന്. അവർ ഇനി ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ 3 വീട്ടിലെ ജോലികളും ചെയ്യണം. പറഞ്ഞ ശമ്പളം എനിക്ക് തന്നില്ലായിരുന്നു. 120 രൂപ ശമ്പളം പറഞ്ഞാൽ പോയത്. 110 രൂപ ശമ്പളം ആദ്യം എനിക്ക് 100 തന്നു. പിന്നെ അത് സംസാരിച്ച് പിന്നെ 110 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഫുഡും ഇല്ലായിരുന്നു. അപ്പോൾ നാട്ടിലാകുമ്പോൾ ഏതാണ്ട് 29-30 രൂപയോളം വരും. എന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാനും സമയമില്ല. കൊച്ചിനെ ഫുൾ ടൈം നോക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും മുഴുവനും നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സുഖമില്ലായ്മയായി. പൈൽസിൻ്റെ അസുഖവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയെങ്കിലേ പറ്റത്തോളം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വിടത്തില്ല, 2 വർഷം കഴിയാതെ വിടത്തില്ല. ഞാൻ എഗ്രിമെൻറ്റ് വ്യവസ്ഥയിലാണ് പോയത് 2 വർഷത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നോർക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോയത്. അങ്ങനെ ഞാൻ നോർക്കയിലോട്ട് പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്തിട്ട് അപ്പോഴെൻ്റെ അടുത്ത് അവിടുന്ന് വിളിച്ച് ചോദിച്ചു എനിക്ക് നാട്ടിൽ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ കുവൈറ്റ് എംബസിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടുത്തെ സാർ എന്നെ വിളിക്കുകയും എന്താണൊക്കെ നാട്ടിൽ പോകണമെങ്കിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ എംബസിയിൽ അവർ കൊണ്ടുപോയിട്ട് ഉടനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് സാറിനെ ഗണേഷ് കുമാർ സാറിനെ ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞായിരുന്നു. സാറ് പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു കുവൈറ്റിൽ എയർപോർട്ടിൽ ജോലിയാണ്. ശ്രീരാഗം സുരേഷ് എന്ന പേര്. അതിൽ നിസാം സാറും രാജേഷ് സാറും എല്ലാം ഇടപെട്ട് പിന്നെ പുള്ളി എയർപോർട്ടിലെ ജോലിയാണ്. ആ ജോലിയിൽ ഇരിക്കവേ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു. അവിടെ സംഘടന ട്രാക്ക് എന്ന സംഘടനയുണ്ട്. ഇന്ത്യൻ എംബസി കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ, കാരണം എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാർ വഴി തന്നെ പോയി കായംകുളത്തുള്ളതും അങ്ങനെ പല ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ളവരും. അതുതന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഒരു പെങ്കൊച്ചാണെങ്കിൽ അവിടെ പിന്നെ ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവസാനം നോക്കിയത് അവിടുത്തെ പിന്നെ ഒരു അറബി ഒരു സുഖമില്ലാത്ത ഒരാളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് വീട്ടു ജോലിക്ക്. അത് കഴിഞ്ഞ് MBA കഴിഞ്ഞത്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഒരുപാട് അവിടെ വന്നിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഏജൻറ്റ് മുഖേന. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഏജൻറ്റ് വഴി ആയാലും നമ്മളെ ബന്ധു വഴി ആയാലും പോകുന്നത് ഒരുപാട് ആലോചിച്ചും അന്വേഷിച്ചിട്ടും വേണം ഇവിടുന്ന് പോകാൻ. കാരണം ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ കുവൈറ്റിൽ ചെല്ലുമ്പം ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ഏജൻറ്റ് കൊണ്ടുപോയാൽ തന്നെ അവിടെ ചെല്ലുമ്പോൾ 2 ഏജൻറ്റുമാരുണ്ട്. അവിടെ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി തന്നെ അറബി ഏജൻറ്റൊക്കെ വിൽക്കുക. അവർ തന്നെ ഓരോ വീടുകളിൽ കൊണ്ടുപോകുക. കഷ്ടപ്പാടും ദുരിതവും അങ്ങേ അറ്റം. കാരണം അവർക്ക് ഉപദ്രവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ അത് പല നാട്ടിലുള്ള ആളുകളാണ് എംബസിയിൽ ഒരുപാട് കിടക്കുന്നത്.